بسم الله الرحمن الرحيم കാലമാണത്. അന്ന് ആരെങ്കിലും അങ്ങനെ നോക്കൂ, ഹബീബിന്റെ മോളെ മരിച്ചു പോകുന്ന മയ്യിത്തല്ലേ അത്? എന്നിട്ട് പോലും ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉമ്മാ അസ്മാ ബീവി, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല, എന്തിനാ എന്നെ അങ്ങനെ കൊണ്ടുപോയി, വേറെ എന്തെങ്കിലും എനിക്കൊരു വഴിയുണ്ടോ? അപ്പോഴാണ് പറഞ്ഞത്, ഫാത്തിമ നിങ്ങൾ വിഷമിക്കല്ലിൻ, ഞാൻ എത്യോപ്യയിൽ പോയിട്ടുണ്ട്. എത്യോപ്യക്കാര് ചെയ്യുന്ന ഒരു മയ്യിത്ത് കട്ടില് നാല് ഈത്തപ്പനയുടെ പലകകൾ കൊണ്ടുവന്ന് അസ്മാ ബീവി കാണിച്ചു കൊടുത്തു. ദാ ഇങ്ങനെ രണ്ട് സൈഡിൽ മറയുള്ള ഒരു മയ്യിത്ത് കട്ടില് ഞാൻ എത്യോപ്യയിൽ കണ്ടിട്ടുണ്ട്. കാരണം അസ്മാ ബിൻത് ഉമൈസ് എന്നവരെ എത്യോപ്യയിലേക്കുള്ള ഹിജറ പോയ മഹദിയാണ്. അപ്പൊ എത്യോപ്യക്കാർ അവർ ക്രിസ്ത്യാനികളാണ്. അവരിങ്ങനെ ഒരു മയ്യിത്ത് കട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ മയ്യിത്ത് കട്ടിലില്ലേ സൈഡിലൊക്കെ ഉള്ളത്? ആ സൈഡൊക്കെ ഉള്ള മയ്യിത്ത് കട്ടിൽ ഉണ്ടായത് ഫാത്തിമ ബീവിയുടെ ഈ കരച്ചിലിന് ശേഷമാണ്. നമ്മൾ മനസ്സിലാക്കണം, അത് മയ്യിത്ത് കട്ടിൽ ഓർമ്മ വരുമ്പോ കാണുമ്പോ നമ്മൾ ഓർക്കണം, ഇത് നമ്മുടെ പുണ്യ നബിയുടെ മോള്. 10-20 വയസ്സേ ഉള്ളൂ മഹദി റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോഴേ. ആ മോള് എനിക്ക് ഒരു പലകയിൽ കടത്തി എന്നെ കൊണ്ടുപോകുന്നത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് പേടിയാവുന്നു. സൈഡ് മറച്ചിട്ട് അസ്മാ ബീവി കാണിച്ചു കൊടുത്ത്, ഇങ്ങനെ മതിയോ? അൽആന ത്വാബ ഖൽബി, ഇപ്പൊ എനിക്ക് സമാധാനായ അസ്മാ ബീവി, എന്നെ ഇങ്ങനെ കൊണ്ടുപോകണേ, തുറന്ന പലകയിലേക്ക് കൊണ്ടുപോകരുതേ, സൈഡ് മറച്ചു തരണേ. അങ്ങനെ ജനാസയിൽ കയറിയ മഹദിയാണ് നമ്മുടെ റസൂലിന്റെ മോള് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ പറയും, നിങ്ങൾ ഇടുന്ന വസ്ത്രത്തിന്റെ അവസ്ഥ, പർദ്ദയാണെങ്കിലും അല്ലെങ്കിലും ദേഹം കാണിച്ചിട്ടും അതിന്റെ നിറം കാണിച്ചിട്ടും വണ്ണം കാണിച്ചിട്ടും ഷെയ്പ്പ് കാണിച്ചിട്ടും നമ്മളെ കാട്ടിക്കൂട്ടുന്നതൊക്കെ പുണ്യനബിക്ക് ഇഷ്ടാവോ? ഹബീബിന്റെ മോള് ഫാത്തിമ ബീവി നിങ്ങളെ സ്വീകരിക്കേണ്ടവരാണ്. മഹദിമാരെ നമ്മളെ സ്വീകരിക്കേണ്ടവരാണ്. ആ മോൾക്ക് ഇത് ഇഷ്ടമാവോ? ഹബീബിന്റെ മോൾക്ക് നമ്മുടെ മാതൃക അവരല്ലേ? പുണ്യനബിയും അവിടുത്തെ കുടുംബവുമല്ലേ നമ്മുടെ മാതൃക? ഈ ഒരൊറ്റ സംഭവം മതി, ഇനി ഒന്നും നിങ്ങൾ വേറെ ചിന്തിക്കേണ്ടതില്ല. ഫാത്തിമ ബീവി ഈ കരഞ്ഞതിന്റെ പൊരുൾ അത് മാത്രം ആലോചിച്ചാൽ നമ്മുടെയൊക്കെ വസ്ത്രവിധാനങ്ങളിൽ നമ്മുടെ സഹോദരിമാർ പ്രത്യേകിച്ച് എത്രത്തോളം സൂക്ഷ്മത പാലിക്കണം എന്ന് ചിന്തിക്കാൻ ഇത് ധാരാളമാണ്. അള്ളാഹു നമുക്ക് അവൻ ഇഷ്ടമായത് നമ്മുടെ മനസ്സിനെ ഇഷ്ടമാക്കി തരട്ടെ. അതൊരു വിഷയമാണ്. നമ്മളിതൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സിന് തോന്നാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് അങ്ങനെ ദ്വാരക്കേണ്ടത്, അള്ളാഹുവെ നിനക്ക് ഇഷ്ടമായത് എനിക്ക് ഇഷ്ടമാക്കി തരയണമേ, നിനക്ക് വെറുപ്പുള്ളതിന്റെ മനസ്സിന് വെറുപ്പാക്കി തരയണമേ. നിങ്ങൾ അങ്ങനെ ദുആ ചെയ്തു നോക്കൂ, നിങ്ങൾക്കതിന്റെ ഉത്തരം അള്ളാഹു നൽകിയിരിക്കും. അള്ളാഹുവെ നിനക്ക് ഇഷ്ടമായത് ഞങ്ങളുടെ ഇഷ്ടമാക്കി തരണേ, നിനക്ക് വെറുപ്പുള്ളത് ഞങ്ങളുടെ മനസ്സുകൾക്ക് വെറുപ്പാക്കി തരണമേ എന്ന്. ആ മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. മഹദി റളിയല്ലാഹു അൻഹ ഹബീബിന്റെ മുമ്പിൽ ചിരിച്ചത് പുണ്യനബിയുടെ അരികത്തേക്ക് വരുന്ന ആദ്യത്തെ കുടുംബത്തിലെ മെമ്പർ അവരാണ് എന്ന് പറഞ്ഞപ്പോഴാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ബാബുൽ തബസ്സുമി വൽ വഹിക്, the chapter of smile and laughter, ചിരിയുടെയും പുഞ്ചിരിയുടെയും ചാപ്റ്ററിൽ അധ്യായത്തിൽ ഇമാം ബുഖാരി തങ്ങൾ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി തങ്ങൾ കൊണ്ടുവന്ന ആദ്യത്തെ ഹദീസ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ചിരിച്ച സന്ദർഭമാണ്. അവിടെ ഒരു കരച്ചിലും നടന്നിട്ടുണ്ട്, പക്ഷെ ആ ചിരി, അങ്ങനെ ഒരു ചിരി ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചത് ഈ ഉമ്മത്തിന്റെ മുമ്പിൽ വിസ്തരിക്കുകയാണ് മഹാനവറുകൾ. അതിലൊരുപാട് പാഠങ്ങളുണ്ട്, ഒരുപാട് പാഠങ്ങളുണ്ട്. ചില ഹദീസുകൾ അങ്ങനെയാണ്. ഞങ്ങൾ ഇന്നലെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു പാനൂര്, ഞാനത് സൂചിപ്പിച്ചു. ചില ഹദീസ് നമ്മൾ നോക്കുമ്പോൾ എന്താ അതിലെ പാഠം, എന്ത് പഠിക്കാനാ എന്ന് തോന്നും. ഒരു കൊച്ചു കുട്ടിയോട് നബിതങ്ങൾ പറഞ്ഞ ഒരു വാക്കാണത്. നുഗൈർ എന്ന ചെറിയൊരു പക്ഷിന്റെ പേരാ. അബൂ ഉമൈർ എന്നത് അനസ് ബിൻ മാലിക് തങ്ങളുടെ ചെറിയ അനുജന്റെ പേരാണ്. പക്ഷെ വാപ്പ രണ്ടാണ്. അനസ് ബിൻ മാലിക് ഉമ്മ ഉമ്മു സുലൈം ബീവി രണ്ടാമത് കല്യാണം കഴിച്ചതാണ് അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിനെ. അവരുടെ മോനാണ് ഉമൈർ, അബൂ ഉമൈർ. അപ്പൊ ആ കുട്ടിയുടെ പക്ഷി ചത്തുപോയി. അപ്പൊ നബി തങ്ങൾ ആ കുട്ടിയുടെ സങ്കടം കണ്ടപ്പോ, അല്ല അബൂ ഉമൈറെ, നിങ്ങളെ നുഗൈർ മരിച്ചല്ലേ, ചത്തുപോയല്ലേ എന്ന് ആ കുട്ടിയോട് ചോദിച്ച ഒരു ചോദ്യം. ഇത് ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്, സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാ. അപ്പൊ അന്ന് പണ്ട് കാലത്ത് ഒരാൾ ചോദിച്ചു, എന്താണ് ഈ ഹദീസ് പണ്ഡിതന്മാരുടെ കഥ? അബൂ ഉമൈറെ, നിന്റെ പക്ഷിക്ക് എന്ത് പറ്റി എന്ന് നബി ചോദിച്ചതൊക്കെയാണ് ഓരോരോ ഹദീസ്, അതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോ ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ ഒരു പണ്ഡിതനുണ്ട്, അല്ലാമ ഇബ്നുൽ ഖാസ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറഞ്ഞു, തിരിയാത്തത് മനുഷ്യൻ അറിയാത്തതിന്റെ ശത്രുവല്ലേ?
ആ ഒരു ഹദീസിൽ അബൂ ഉമൈറെ എന്താണ് നിങ്ങളുടെ നുഗൈർ ചെയ്തത്? നുഗൈർ എന്ന് പറഞ്ഞാൽ ചെറിയ പക്ഷി, ഫ്ലഡ്ജ്ലിംഗ്. ആ പക്ഷി എന്ത് ചെയ്തു എന്ന് ചോദിച്ച ആ ഒരു ചോദ്യം, യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ, ഓ അബൂ ഉമൈർ what did your fledgling do, your bird do, എന്താ നിങ്ങളുടെ പക്ഷി ചെയ്തത്? അതിൽ മാത്രം 60 മസ്അലകളുണ്ട് എന്ന് അല്ലാമ ഇബ്നു ഖാസ്, ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്. 60 മസ്അല. ആ മസ്അലയിൽ 20 മസ്അല അല്ലാമ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിച്ചു. 20 മസ്അല ഈ ചെറിയൊരു ചോദ്യത്തിൽ. പണ്ഡിതന്മാരുടെ ലോകം വലിയൊരു ലോകമാണ്. അവരെ പറ്റിയൊക്കെ നമ്മൾ പറയാ, എന്ത് മദ്ഹബ്, ഞാൻ ഇസ്ലാം മദ്ഹബിന്റെ ആളാണ്, എന്ത് മദ്ഹബ്, ഇവരൊക്കെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഈ ഇസ്ലാം എന്ന് പറയുന്നത് ഈ മഹാന്മാരുടെ മദ്ഹബിലൂടെ കടന്നു കിട്ടിയതാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. എന്നിട്ട് ഒന്നും അറിയാതെ ഡയലോഗ് അടിക്കുക. എനിക്ക് ഷാഫി ഇമാം ഒരു വിചാരം, എൻ്റെ എളാപ്പയാണെന്നാ ഷാഫി ഇമാം. ആരാണ് ഇമാം ഷാഫി തങ്ങൾ എന്നറിയോ? ആരാ ഇമാം അബൂ ഹനീഫ തങ്ങൾ? ആരാണ് ഇമാം മാലിക് എന്നവര്? മുജ്തഹിദീങ്ങളായ ഇമാം എന്ന് പറയണമെങ്കിൽ എത്ര സ്ഥാനത്തെത്തണമെന്ന് പഠിക്കാതെ വെറുതെ ഇങ്ങനെ ഈ പരിഭാഷയും വായിച്ചിട്ട് നടക്കല്ലേ. അപ്പൊ ഇങ്ങനെ കുറ്റം പറയും. മദ്ഹബ് എന്ന് പറയുന്നവർക്ക് അറിയില്ല, അപ്പൊ അതിന്റെ ശത്രുവാണ്. എന്താന്ന് ഇവരൊക്കെയാണ് ദീനിന്റെ മസാലകൾ പഠിച്ചത്. നമുക്ക് എത്ര കിട്ടും? 60 വോട്ട്, 6 കിട്ടുമോ? 6 കിട്ടുമോ ഈ പറയുന്ന ആളുകൾക്ക്? ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് വലിയ അത്ഭുതമാണ്. അതൊന്ന് ചേർത്ത് പറയാണ്. ഖിയാമത്തിന്റെ അടയാളങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് നിബിധങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് പണ്ഡിതന്മാർ ഒരു ചെറിയൊരു നമ്മുടെ വിഷയത്തിന്റെ ഭാഗം എന്നാലൊന്ന് ചേർത്ത് പറയാണ്, ക്ഷമിക്കണേ. അതായത് പുണ്യ നിബിധങ്ങൾ ഒരു ഹദീസ് പറഞ്ഞാൽ അത് സത്യസന്ധമായ ഒരു സനദിലൂടെ ഒരു ഹദീസ് പണ്ഡിതന്റെ കയ്യിൽ കിട്ടിയാൽ ആ പറഞ്ഞത് അങ്ങനെ ഉദ്ധരിക്കാനാണ് ഹദീസ് പണ്ഡിതന്മാർ ചെയ്യുക. ആ ഉദ്ധരിക്കുമ്പോ ആ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് പോലും അവർക്ക് മുഴുവനായി മനസ്സിലായിട്ടില്ലാത്ത ഹദീസുകളും ഉണ്ടാവും. പക്ഷേ അവരുടെ ദൗത്യം പുണ്യ റസൂൽ ഇത് പറഞ്ഞു, ഇത് ലോകത്തിന് അറിയിക്കുക എന്നതാണ്. ആ അർത്ഥം കിട്ടല് 4, 5, 10 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടായിരിക്കും. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പറഞ്ഞ ഹദീസ്, ഹത്താ തുവാസിലൽ അത്ബാഖ്, പാത്രങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാലം. ഇതൊക്കെ ഉദ്ധരിക്കുമ്പോൾ ഹദീസ് പണ്ഡിതന്മാർക്ക് അറിയോ എന്താണ് ഈ ഡിഷ് ആന്റിനയെ കുറിച്ചാണ് ഈ പറയുന്നത്? ഡിഷ് ആന്റിനൊക്കെ പറയുന്ന പേരാണ് ത്വബക്കുകൾ. സാറ്റലൈറ്റുകൾ വർക്ക് ചെയ്യണമെങ്കിൽ ഡിഷുകൾ വേണം. നമ്മുടെ വീട്ടിലൊക്കെ വന്ന് ഓരോരോ ഡിഷ് വെച്ച കാലുണ്ട്. പക്ഷേ ഒരു വലിയ റിസീവറുകൾ, ഡിഷുകൾ എല്ലാ സിഗ്നലും റിസീവ് ചെയ്യാൻ വേണം. അവിടുന്നാണ് പിന്നെ മറ്റു നെറ്റ്വർക്കിലേക്ക് പോകുന്നത്. നമുക്കറിയാം ഡിഷുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാലം. ഹത്താ തുവാസിലൽ അത്ബാഖ്, the end time will not happen until the dishes will communicate. ഡിഷുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, പാത്രങ്ങൾ പരസ്പരം സംവേദനം ചെയ്യാൻ. ഇതിനൊക്കെ 14 നൂറ്റാണ്ടുകളോളം ഹദീസ് പണ്ഡിതന്മാർ ഒരർത്ഥം കൊടുത്തില്ല. അവരുദ്ധരിച്ചു, ഇങ്ങനെ നിബിധങ്ങളിൽ നിന്ന് സ്വഹാബിമാർ കേട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ഇറങ്ങി നോക്കിയാൽ പടച്ചോനെ എന്താണ് ഈ പറയുന്നത്? ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞു നിബിധങ്ങൾ, അന്ന് ആളുകൾ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യൂല. യർഖബൂനൽ മയാസിർ. ഇമാം അഹ്മദ് എന്നവരുടെ ഹദീസാണെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അല്ലാഹു അലം. യർഖബൂനൽ മയാസിറ, കാറിൽ യാത്ര ചെയ്യുമെന്നതിന് അർത്ഥം കൊടുക്കാൻ പറ്റും. കാരണം എന്താണെന്നറിയോ? മയാസിർ എന്ന് പറഞ്ഞാൽ തങ്ങൾ പറഞ്ഞു ഒട്ടകങ്ങളും കുതിരകളും കഴുതകളും വാഹനമായി ആളുകൾ ഉപയോഗിക്കാത്ത ഒരു കാലം വരും. എന്നിട്ട് എന്താ ഉപയോഗിക്കാന്നറിയോ? യർഖബൂന, അവർ വാഹനം കയറും. അൽ മയാസിർ, ഇരുന്നാൽ നല്ല കുഷനുള്ള സീറ്റുകളിൽ ഇരുന്നവർ യാത്ര ചെയ്യും. ഇത് ബസ്സാവാം, ഫ്ലൈറ്റ് ആവാം, ട്രെയിൻ ആവാം, എന്തോ ആവാം, ബൈക്കും ആവാം. അതൊരു ഹദീസ് 1400 കൊല്ലം മുമ്പ് ഹദീസ് പുണ്യ നബി തങ്ങൾ പറഞ്ഞ വചനമാണിത്. ഇന്ന് അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. ഹദീസ് പണ്ഡിതന്മാർ തിരിയാത്തത് പോട്ടെ എന്ന് വിചാരിച്ച് ഒഴിവാക്കിയോ? ഇല്ല, അവിടെ കിടക്കട്ടെ. നമുക്ക് തിരിഞ്ഞില്ലെങ്കിലും ഇസ്ലാം സർവകാലികമാണ്. ഇന്ന് എന്താ വിഷയം? നമുക്ക് തിരിഞ്ഞില്ലേ, എന്നാ പിന്നെ ഇത് ഒന്നിനു കൊള്ളാത്തതാ. കാം ഡൗൺ മാൻ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? നമുക്ക് തിരിയാത്തത് അവിടെ അവസാനിക്കുന്നുണ്ടോ? നമ്മളെക്കാളും തിരിയുന്നവർ വരില്ലേ? 7 ആകാശങ്ങളെ പറ്റി ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരാകാശം പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. 1-ാം ആകാശം കിട്ടിയിട്ടില്ല. ഖുർആൻ പറഞ്ഞു 7 ആകാശങ്ങൾ ഒന്നിനു മീതെ മറ്റൊന്നായി പടച്ചവനാണ് അല്ലാഹു. ആകാശം എന്ന് പറയുമ്പോ 1-ാം ആകാശമാണ്
നക്ഷത്ര ലോകങ്ങളുടെ അവസാനം. നക്ഷത്രങ്ങൾ കിടക്കുന്നത് ഒന്നാം ആകാശത്തിന്റെ താഴെയാണ്. ഒരു ബോളിന്റെ പന്തിന്റെ ബ്ലാഡർ പോലെ താഴെയും മീതയും സൈഡിലും ഒക്കെ കവർ ചെയ്യുന്നതാണ് ആകാശം. അതിന്റെ ഉള്ളിലാണ് കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ സമാഹാരങ്ങളുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ കിടക്കുന്നത്. അത് കഴിഞ്ഞ് 2 ഉണ്ട്, 3 ഉണ്ട്, 4, 5, 6, 7 അതിനപ്പുറത്തേക്ക് പുണ്യനബി യാത്ര പോയ മാസമാണ്